തിരുവനന്തപുരത്തെ കൗൺസിലർ തിരുമല അനിലിന്റെ ആത്മഹത്യയിൽ ബിജെപി എത്തിനിൽക്കുന്ന പ്രതിസന്ധിയുടെ ആഴം വലുതാണ്. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മാത്രമല്ല, ഇപ്പം സ്വന്തം പാളയത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ചോദ്യങ്ങൾക്ക് പോലും മറുപടിയില്ലാതെ നിൽക്കുന്ന ബിജെപി സംസ്ഥാന നേതൃത്വത്തെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മുതൽ മാധ്യമങ്ങളെ കാണുന്ന ഓരോ നേതാക്കളും അതങ്ങനെ തന്നെയാണ്. ഇതിപ്പോഴിതാ അവരുടെ പാളയത്തിൽ നിന്ന് പ്രധാനപ്പെട്ട ഒരു വിമർശനം ഇന്ന് ഉയർന്നു വരുന്നു. തോന്നക്കൽ വിഷ്ണു എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട ബിജെപി നേതാവ്, അവരുടെ IT സെൽ അംഗം കൂടിയായിരുന്നു. രൂക്ഷമായ വിമർശനമാണ് ബിജെപി നേതൃത്വത്തിനെതിരെ ഉന്നയിച്ചത്. പകൽ പോലെ വ്യക്തമാണ് തിരുമല അനിലിന്റെ മരണത്തിന് കാരണം ബിജെപി നേതാക്കൾ തന്നെയാണ് എന്ന് പറഞ്ഞു വെക്കുകയായിരുന്നു ഇന്ന് തോന്നക്കൽ വിഷ്ണു ചെയ്തത്. ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബിജെപിക്കുള്ളിൽ ഉയർന്നു വന്ന പ്രതിസന്ധികൾ, പ്രതികരണങ്ങൾ നമുക്ക് സമഗ്രമായി ആ റിപ്പോർട്ട് കാണാം. മനു, തിരുവനന്തപുരം ജില്ലാ ഫാം ടൂർ കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റായിരുന്ന തിരുമല അനിലിന്റെ ആത്മഹത്യക്ക് കാരണം BJP നേതാക്കൾ തന്നെ എടുത്ത വായ്പ തിരിച്ചടക്കാത്തതിൽ ഉണ്ടായ സാമ്പത്തിക സമ്മർദ്ദവും ഒപ്പം തന്നെ മാനസിക സമ്മർദ്ദവുമാണ് എന്നത് തുടക്കം മുതലേ ഉയർന്ന ആരോപണങ്ങളാണ്. BJP സംസ്ഥാന സെക്രട്ടറി അഞ്ജന ഉൾപ്പെടെയുള്ളവർ അവിടെ നിന്നും വായ്പ എടുത്തിട്ടുണ്ടെന്നും അത് തിരിച്ചടച്ചിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ കൈരളി ന്യൂസ് പുറത്തുവിട്ടിരുന്നു. പിന്നാലെ അഞ്ജനയും ഇത് ശരിവെക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങളൊക്കെയും തന്നെയാണ് ഉണ്ടായത്. അതായത് വായ്പ എടുത്തിട്ടുണ്ട്, അതിൽ കുറച്ചു തുക അടച്ചിട്ടുണ്ട് എന്നാണ് അഞ്ജനയും സമ്മതിച്ചത്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ BJP നേതാക്കൾ, അതായത് സംസ്ഥാന നേതൃത്വമാണെങ്കിലും ജില്ലാ നേതൃത്വമാണെങ്കിലും ചില മുതിർന്ന നേതാക്കളൊക്കെയും തന്നെ ഇത് നിഷേധിക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചത്. എന്നാൽ വ്യക്തമായ ഉത്തരവും BJPക്ക് ഇതുവരെയും നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത്. അതിനിടയിലാണ് BJP നേതാക്കൾക്കിടയിൽ നിന്ന് തന്നെ ചില അണികളും നേതാക്കളും ഫേസ്ബുക്കിലൂടെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. വിഷ്ണു തോന്നക്കലിന്റെ ഫേസ്ബുക്ക് കുറിപ്പിലാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ അടങ്ങിയിരിക്കുന്നത്. അതായത് BJPയുടെ മുൻ സംസ്ഥാന IT സെൽ ഭാരവാഹിയായിരുന്നു വിഷ്ണു. ഇത്തരത്തിൽ ബാങ്ക് ജീവനക്കാർക്ക്, അതായത് സഹകരണ സംഘം ജീവനക്കാർക്ക് ഇതിൽ പങ്കില്ല എന്നും ബാക്കിയുള്ള BJP നേതാക്കൾ, അതായത് വായ്പ എടുത്ത BJP നേതാക്കളാണ് ആത്മഹത്യക്ക് കാരണം എന്നത് പകൽ പോലെ വ്യക്തമായ സത്യമാണ് എന്നതും കാണിക്കുന്ന രീതിയിലുള്ള ഫേസ്ബുക്ക് കുറിപ്പായിരുന്നു വിഷ്ണു തോന്നക്കലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. എന്നാൽ വീണ്ടും ഈ ഒരു ചോദ്യം BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസിനോട് നമ്മൾ ആരാഞ്ഞിരുന്നു. അപ്പോഴും വ്യക്തമായ ഒരു മറുപടി നൽകാതെ ജില്ലാ നേതൃത്വത്തിന്റെ തലയിൽ കെട്ടിവെച്ച് ഒഴിഞ്ഞു മാറുന്ന ഒരു പ്രവണതയാണ് നേതാവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതൊക്കെ നിങ്ങൾ ജില്ലാ നേതാക്കന്മാർ അക്കാര്യത്തിൽ പത്രസമ്മേളനം നടത്തിയ സമയത്ത് അക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ ആത്മഹത്യക്കുറിപ്പിനെ കുറിച്ച് ചർച്ച ചെയ്യാനല്ല ഞാനിപ്പോഴും പത്രസമ്മേളനം നടത്തിയത്. BJPക്ക് നമ്മുടെ ആളെന്ന് പറഞ്ഞാൽ സമൂഹം. BJPയുടെ സംസ്ഥാന നേതാക്കളും ദേശീയ നേതാക്കളും അടങ്ങുന്ന സംഘമൊക്കെയും തന്നെ ജില്ലാ നേതൃത്വത്തിന്റെ തലയിൽ കെട്ടിവെച്ച് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറുമ്പോഴും ഇത്തരത്തിൽ നേതാക്കൾക്കിടയിലും അതോടൊപ്പം തന്നെ അണികൾക്കിടയിലും ഉണ്ടാകുന്ന രൂക്ഷ വിമർശനങ്ങൾ BJPയെ ഒന്നുകൂടി വെട്ടിലാക്കുകയാണ് എന്നത് മാത്രമല്ല, ഈ മരണത്തിൽ, അതായത് തിരുമല അനിലിന്റെ ആത്മഹത്യയിൽ വ്യക്തമായ മറുപടി BJP നൽകിയേ മതിയാകൂ എന്നതാണ് ഈ പരസ്യ വിമർശനത്തിലൂടെ വ്യക്തമാകുന്നത്.